സാറന്മാരെ ഇത് കണ്ടോ? ഇതാണ് കൊണ്ടു നടക്കാവുന്ന കമ്പ്യൂട്ടർ. അതാണ് നമ്മുടെ സർക്കാരിന്റെ നയം. ഓരോ സ്കൂളിനും ഓരോ ലാപ്ടോപ്പ്. അല്ലല്ല സാറന്മാരെ, അങ്ങനല്ല. ഓരോരുത്തർക്കും ഓരോ ലാപ്ടോപ്പ് ഉണ്ടെങ്കിലേ ഞങ്ങൾ അതിന്റെ പടി കടത്തൂ. തള്ളേ, എന്തിനാ ഈ ലാപ്ടോപ്പുകള്? ലാപ്ടോപ്പ് കൊണ്ട് എന്തൊക്കെ പ്രയോജനമുണ്ടെന്ന് അറിയാം. പാട്ട് കേൾക്കാം, സിനിമ കാണാം, അതുപോലെ പലതും ചെയ്യാം. പിള്ളേരുടെ ഓരോ ഗതികേട്. എന്തൊക്കെ ചുമക്കണം. ലാപ്ടോപ്പിനൊരു സഞ്ചി, പുസ്തകത്തിനൊരു സഞ്ചി, പിന്നെ ലഞ്ച് ബോക്സ്. ശിവ. അല്ല തിരുമേനി, ഈ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ പുസ്തകമൊന്നും വേണ്ട എന്നാ അവര് പറയുന്നത്. എല്ലാം ഇന്റർനെറ്റിലുണ്ട്, ഡൗൺലോഡ് ചെയ്തങ്ങ് എടുത്താ മതി. അതെന്തോന്നാ പണിക്കർ സാറേ ഈ ഇന്റർനെറ്റ്? ലോകത്തിലുള്ള കമ്പ്യൂട്ടറുകളെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ് ഇന്റർനെറ്റ്. എനിക്കറിയാം. അതുപയോഗിച്ചല്ലേ ഈ ഭീകരർ ആക്രമണം ആസൂത്രണം ചെയ്യുന്നത്. അതൊക്കെ വലിയ പ്രശ്നമാകില്ലേ സാറുമാരെ? അതിനല്ലേ എന്റെ സഖാവി പ്രോക്സി. തള്ളി, എന്തിനാ ഈ പ്രോക്സികള്? ആവശ്യമുള്ളതൊക്കെ തടഞ്ഞു വെക്കുകയും ആവശ്യമില്ലാത്തത് ആവശ്യം പോലെ തരികയും ചെയ്യുന്ന സാധനമാണ് ഈ പ്രോക്സി. ഈ പുസ്തകങ്ങളില്ലെങ്കിൽ പിന്നെ പിള്ളേരുടെ വായനാശീലം വളരുമോ? അതിനല്ലേ ലൈബ്രറി. സാറുമാരെ, അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. പണ്ടൊക്കെ ഞങ്ങൾക്ക് ലൈബ്രറി 10 മണി വരെ ഉപയോഗിക്കാമായിരുന്നു. അതിനുശേഷം പുസ്തകം വേണമെങ്കിൽ പുറത്തു കൊണ്ടുപോയും പഠിക്കാം. അതിനിടയിലല്ലേ ഒരു ബിരുദനൊരു പുസ്തകമായങ്ങ് മുങ്ങിക്കളഞ്ഞത്. അതുകൊണ്ടെന്താ, അധികൃതർ അതിനെ ശക്തമായി തന്നെ എതിർത്തു. പിന്നെ ഒരു പുസ്തകം പോലും പുറത്തു കൊടുത്തു വിട്ടിട്ടില്ല. അതുകൊണ്ടെന്താ, എല്ലാം അവിടെ തന്നെ പൊടി പിടിച്ചിരിപ്പുണ്ട്. പൊടിയുടെ കാര്യം പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. ടെക്നോളജി മനുഷ്യന്മാരെ മടിയരാക്കും. അതെന്തോ എന്റെ കൊറിയാച്ചോ അങ്ങനെ പറഞ്ഞത്? എന്റെ ഹാജിയാരെ, പണ്ടൊക്കെ വാദ്യന്മാര് ബോർഡിൽ എഴുതി പഠിപ്പിക്കുമ്പോഴത്തേക്ക് അത് പിള്ളേരുടെ മനസ്സിലല്ലേ പതിയണത്. അതിപ്പോ എന്തോ പറ്റിയെന്നാ? എന്റെ പൊന്നെ ഹാജിയാരെ, കോട്ടും സൂട്ടും ഇട്ട ഏതേലും വാദ്യന്മാര് ഇപ്പം ചോക്ക് കൈ കൊണ്ടെടുക്കുവോ? ഈ ചോക്ക് ഉപയോഗിക്കാതെ ഈ വാദ്യന്മാര് പിന്നെ എങ്ങനെയാ പഠിപ്പിക്കുന്നതിന്റെ സഖാവേ, അതിനല്ലേ പ്രൊജക്ടർ. തള്ളേ, എന്തിനാ സാധനങ്ങള്? അത് എവിടുന്നാ വാങ്ങണത്? എടാ മൊട്ടേ, നമ്മൾ സിനിമാ തിയേറ്ററിലൊക്കെ കണ്ടിട്ടില്ലേ? അതേപോലെ കയ്യും കെട്ടി അങ്ങ് ഇരുന്നാ മതി, എല്ലാം സ്ക്രീനിൽ കാണാം. എന്റെ പണിക്കർ സാറേ, ഈ ലാപ്ടോപ്പും പ്രൊജക്ടറും അല്ലാതെ ഇവന്മാർക്ക് വേറെ കലാപരിപാടിയൊന്നുമില്ലേ? വല്ല കലാപരിപാടികൾ ചെയ്യാമെന്ന് വെച്ചാ അത് കൂവിക്കുളവാക്കാൻ കുറെ സംസ്കാരശൂന്യന്മാര്. ഇവരെയൊക്കെ പെറ്റതാണോ എന്തോ? നമ്മുടെ വിദ്യാഭ്യാസം പോകുന്ന ഒരു പോക്കേ. ഉണ്ണാൻ കൊടുത്താൽ അമ്മാവൻ, അല്ലേൽ കുമ്മാവൻ.